പ്രിയമുള്ളവരെ, ഈ ജനതയോട് നമുക്ക് ബാധ്യതയുണ്ട്, ഇവരോട് നമുക്ക് കടപ്പാടുണ്ട്. ഇവരെ വീണ്ടെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. 50-ലധികം മൃതദേഹങ്ങൾ വന്ന അരകണ്ട് 10-60-ലധികം മൃതദേഹങ്ങൾ വന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു. അഥവാ പോത്തുകല്ല് ഭാഗത്ത് എൻ്റെ തന്നെ സഹപ്രവർത്തകർ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനത്തിന്റെ റിവ്യൂ ഞാൻ നടത്തി. ടീം വെൽഫെയറിന്റെയും അതുപോലെ തന്നെ IRWന്റെ ഒക്കെ പ്രവർത്തകരുടെ കൂടെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ നെട്ടിപ്പോയ കാര്യമാണ്, ഞങ്ങൾ ഇന്ന് ഏതാണ്ട് തമിഴ്നാടിന്റെ അതിർത്തി വരെ ഞങ്ങൾ ഈ പുഴയുടെ തീരത്തുകൂടി ഞങ്ങൾ പോയി, തമിഴ്നാടിന്റെ അതിർത്തി വരെ ഞങ്ങൾ പോയി. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് 19 ഡെഡ് ബോഡിയും 62 ഡെഡ് ബോഡി പാർട്സും കിട്ടി എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്ക് പറയാൻ പോലും മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താൻ. 19 ഡെഡ് ബോഡി കിട്ടി, അതുപോലെ തന്നെ 62 ഡെഡ് ബോഡി പാർട്സ് കിട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ഈ പുഴയുടെ ഈ തീരത്ത് നിന്നാണ് ഒരു കരള് ഞാൻ കയ്യിലെടുത്തത്. കരള് കയ്യിലെടുക്കുന്ന, മനുഷ്യന്റെ ചെവി കയ്യിലെടുക്കുന്ന, കാല് കയ്യിലെടുക്കുന്ന ഒരു യുദ്ധഭൂമിക്ക് സമാനമായ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനിയും 100 പേര് വരാനുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് നിലമ്പൂർ മോർച്ചറിയിൽ പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, നിലമ്പൂർ മോർച്ചറിയിൽ ഏതാണ്ട് ആദ്യം ഈ ഡെഡ് ബോഡി അഴിഞ്ഞ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല യൂണിഫോം ഇട്ട സ്ത്രീകൾ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവരോട് സംസാരിച്ചു. അവർ പറയുന്നത്, ജനാസയോട് ആദരവ് പുലർത്തണ്ടേ എന്നാണ് ചോദിച്ചത്. ജനാസയോട് ആദരവ് പുലർത്തണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ഈ ഡെഡ് ബോഡി കയ്യുറയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ, ഞങ്ങൾ ക്ലീൻ ചെയ്തതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്, എന്നിട്ട് അടക്കം ചെയ്ത് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാല് മാത്രം സംസ്കരിക്കുന്ന, ഉടല് മാത്രം സംസ്കരിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അങ്ങനെയുള്ള ഒരു കളത്തിൽ എന്ന പോലെയാണ് ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നിലമ്പൂരിലെ മോർച്ചറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നത്. ഈ ജനതയെ, അല്ലെങ്കിൽ ഈ ദുരന്തം ബാക്കി വെച്ച ജനതയെ വിമോചിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സ് കല്ലല്ലെങ്കിൽ കരയാതെ നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതാണ് ഇത്തരം ക്യാമ്പുകളിൽ അവസ്ഥ എന്ന് പറയുന്നത്. കൺമുന്നിൽ നിന്നും കൈവിട്ടുപോയ ജീവിതത്തെക്കുറിച്ച് വിലപിക്കുന്ന, ഉപ്പ പോയ, ഉമ്മ പോയ, സഹോദരന്മാര് പോയ, സഹോദരിമാര് പോയ ഒരുപാട് ആളുകളുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് എന്നുള്ളതാണ്. പുത്തുമല കഴിഞ്ഞ തവണ പൊട്ടി, ഇപ്പോൾ അതിന്റെ നേരെ എതിർമലയാണ് ഈ പറയുന്ന ചൂരൽമല പൊട്ടി. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. യഥാർത്ഥത്തിൽ സ്കൂൾ തുടങ്ങണം, ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറണം, ആ ജനതയെ മുഴുവൻ പുനരധിവസിപ്പിക്കണം. ഞാൻ പറയുക, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ ആളും ആരവവും ഒഴിയുന്ന, അതുപോലെ തന്നെ സങ്കടക്കടലിൽ നിന്ന് ആളുകൾ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നാൽ, ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ ചുഴിയിൽ അകപ്പെടുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, എല്ലാ വൈകാരിക തള്ളിച്ചക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് ആ ജനതയെ നമ്മൾ ഹൃദയത്തിൽ എത്തണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അവർക്കൊരു ജീവിതം നൽകണം. അവർക്ക് എങ്ങനെയാണോ ജീവിതം നൽകാൻ പറ്റുക അങ്ങനെ ജീവിതം നൽകണം.